ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ വ്ളോഗില്ലെങ്കിൽ എല്ലാവരും പറഞ്ഞ പോലെ ഒരു ഫുൾ ഡേ വ്ളോഗാണ് ഉള്ള ദിവസം. ഇതിൽ കുറേ വിശേഷങ്ങൾ നമുക്ക് പറയാനുണ്ട്, കുറേ കാര്യങ്ങൾ കാണിക്കാനുണ്ട്. അപ്പോൾ വീഡിയോ കാണാം. ഇന്നിപ്പോൾ രാവിലെ 6 മണി. 6 മണി എന്നൊന്നും പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ വെളിച്ചൊന്നും വരൂല കേട്ടോ. ഭയങ്കര ലേറ്റാണ് സൂര്യൻ ഉദിക്കാൻ വേണ്ടിയിട്ട്. 6:45 എല്ലാം കഴിയണം സൂര്യനിൽ ഉദിച്ച് വരാൻ. ഇന്നിപ്പെങ്കിൽ എൻ്റെ വ്ളോഗിൽ സ്ഥിരമായിട്ട് കാണാത്ത സംഭവമായിരിക്കും കാണുന്നത്. കടലയെല്ലാം വേവിച്ച് വെച്ചിന് രാത്രിക്ക്. അത് ഉമ്മ വേവിച്ച് വെച്ചാണ്. കുട്ടിക്ക് ഇന്നോനും അലോനും ഞാൻ ഇങ്ങനെ നമ്മളെ സാധാരണ നാട്ടിൽ നിന്നെല്ലാം ഉണ്ടാക്കുന്ന പോലത്തെ രാവിലത്തെ ഭക്ഷണങ്ങൾ സ്കൂളിലേക്ക് കൊടുത്തയക്കലില്ല. ഇങ്ങനെ ഇഡലി, ദോശ അല്ലെങ്കിൽ നമ്മളെ കണ്ണൂർ സ്റ്റൈൽ ഫുഡ്, രാവിലത്തെ ഫുഡ് അതൊന്നും കൊടുക്കലില്ലേനെ. പക്ഷേ ഉമ്മ വന്നേരെ ഉമ്മ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടേനു കുട്ടിക്ക് അരി ഭക്ഷണം കൊടുത്തയക്കുക എന്ന് പറഞ്ഞിട്ട്. അരി ഭക്ഷണം അല്ല ഞാൻ ചിലപ്പോൾ കൊടുക്കൽ. അങ്ങനെ ഉമ്മക്ക് ഭയങ്കര നിർബന്ധം 3 നേരം അരി ഭക്ഷണം കൊടുക്കണം എന്നല്ലേ. പക്ഷെങ്കിൽ ഞാൻ അത് വേണ്ടെന്ന് പറയുമെങ്കിലില്ലേ, ഇന്നലെ കടലയെല്ലാം വേവിച്ച് വെച്ചിന്. അതിനിപ്പോൾ നമുക്ക് കാച്ചി വയ്ക്കുകയോ വേണ്ടു. നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന നേരത്ത് ഉമ്മ വേവിച്ച് വെച്ചാണ്. കറി ചിക്കൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കടല അരച്ച് ഒഴിച്ചിട്ടാണ്. അല്ലെങ്കിൽ ഞാൻ തേങ്ങാപ്പാൽ ഒഴിക്കലുണ്ടായിരുന്നു. നോക്കുമ്പോൾ തേങ്ങാപ്പാലിൻ്റെ പൊടി ഇല്ല. അതുകൊണ്ട് പിന്നെ ഞാൻ കടല അരച്ച് ഒഴിച്ച് താളിച്ച് കറി റെഡിയായി. പിന്നെ ദോശൻ്റെ അരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ തന്നെ. ഇതെടുത്തിട്ട് ഇനി ചുട്ടിട്ട് കൊടുക്കണം. പിന്നെ ഞാൻ ടിഫിന് പാക്ക് ചെയ്യുന്നതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. കാരണം കുട്ടികളെ സ്കൂളിൽ പോകുമ്പോൾ തന്നെ നമുക്കും റെഡിയായിട്ട് നമുക്കും ജിമ്മിന് പോകണം. അന്നേരം ഇല്ലേ, അങ്കും ഇക്കാക്കും സ്കൂളിൽ പോകുമ്പോൾ റെഡിയാകുന്ന പോലെ തന്നെ റെഡിയാണ്. കാര്യം ഡ്രസ്സെല്ലാം ചേഞ്ച് ആക്കി വെള്ളമെല്ലാം വാട്ടർ ബോട്ടിൽ വെള്ളമെല്ലാം നിറച്ചിട്ട് അങ്ങനെ ലേറ്റായി പോകുന്നതുകൊണ്ട് പിന്നെ നമ്മൾ വേഗം ഇറങ്ങി. അങ്ങനെ നമ്മളിതാ ഇവിടെ എത്തി, ജിമ്മിലെത്തി. കുട്ടികളെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മളിവിടെ വന്ന്. ഇവിടെയില്ലേ ഏറ്റവും ഫസ്റ്റ് വരുന്നത് ഇപ്പം ഞാനാണ്. ഈ തണുപ്പായത് തുടങ്ങിയിട്ട്, വിൻ്റർ ആയി തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു എല്ലാവരും വരാൻ അരമണിക്കൂർ ലേറ്റ് ആക്കിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. കാര്യം തണുപ്പത്ത് എല്ലാവർക്കും മടിയായിരിക്കുമല്ലോ. പക്ഷേങ്കിൽ ഇവിടെ ഓഫീസിൽ ആളുണ്ടാവും, കോണ്ടറിലെല്ലാം ആളുണ്ടാവും, ഇവിടുത്തെ സ്റ്റാഫ് ഉണ്ടാവും. പിന്നെ പക്ഷേങ്കിൽ മുകളിലെല്ലാം ആദ്യമായിട്ട് വരുന്നത് ഞാനായിരിക്കും കേട്ടോ, വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരു കാമണിക്കൂറെല്ലാം കഴിയുമ്പോൾ എല്ലാവരും വന്ന് തുടങ്ങി. പിന്നെ ഇവിടെ ഫുൾ ആളാവും. പിന്നെ ഞാൻ വരുന്ന സമയത്ത് ഇന്ന് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും സ്നാക്കെല്ലാം കഴിച്ചിട്ടാണ് വരല്. ഇത് മാമൂലാണ് ഞാൻ അധികം രാവിലെ കഴിക്കൽ. ഉള്ളിൽ ഡേറ്റ്സ് ആയതുകൊണ്ട് നമുക്ക് 1-2 കഴിച്ചാൽ തന്നെ വയറ് നല്ലോണം ഫില്ലായ പോലെ ഉണ്ടാവേ. പിന്നെ ഈ തണുപ്പായതുകൊണ്ട് രാവിലെ ഞങ്ങൾക്കെല്ലാം വരാൻ നല്ല മടിയാണ്. പക്ഷേ ഇക്ക പോകാണ്ടിരിക്കുമ്പോൾ ഒരു എന്തോ പോലെ ആവും. അത് മാത്രമല്ല ഫീസ് പേ ചെയ്തിനല്ലോ എന്നുള്ളതാണ് ചില സമയത്ത് എൻ്റെ മോട്ടിവേഷന്. പഠിച്ചോനെ ഫീ അടച്ചിട്ടല്ലോ, പിന്നെ പോകാണ്ടിരിക്കുന്നത് എന്തിനാണ്. കാര്യം എനിക്ക് നല്ല മടിയാണ്. ഞാൻ ഭയങ്കര ഫിറ്റ്നസ് ഫ്രീക്കൊന്നും അല്ല. പക്ഷേ ഒരു ഹെൽത്തി റുട്ടീൻ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് മാത്രമേ ഞാൻ ജിമ്മിലേക്ക് വരുന്നത്. അല്ലാണ്ട് വെയിറ്റ് കുറയാനോ മസിൽ വരാനോ അങ്ങനെ ഒന്നിനും വേണ്ടിയല്ല. ഞാനൊരു കമൻറ്റ് കണ്ടിട്ട് അതിനുള്ള റിപ്ലൈ ആട്ടോ ഇപ്പോൾ പറഞ്ഞ്. ഇവിടെ വന്നാലില്ലേ, ഇവിടെ എത്തിയാൽ പിന്നെ എനിക്ക് തിരിച്ചു പോകാൻ പെട്ടെന്നൊന്നും തോന്നലില്ല. പക്ഷേ 1 മണിക്കൂർ അല്ലെങ്കിൽ 1.25 മണിക്കൂർ എങ്ങനെ നമുക്ക് ടൈം കിട്ടലുള്ളൂ. ഇക്കാക്ക് തിരിച്ചു പോയിട്ട് ഷോപ്പിൽ പോകണം. എനിക്കും ഈ സമയത്താകുമ്പോൾ കുട്ടികൾ രണ്ടാളും സ്കൂളിൽ പോയ ആ ഒരു ടൈമിലില്ലേ, ഞാനും ഫ്രീ ആയതുകൊണ്ട് എനിക്കും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കിൽ വന്നാൽ നമുക്ക് ഭയങ്കര അന്നത്തെ ദിവസം ഭയങ്കര എനർജി ആയിരിക്കും. അങ്ങനെ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ ആരും ഇല്ലാത്തതുകൊണ്ടല്ലാന്ന് കുറച്ച് വീഡിയോസ് എടുത്ത്, അല്ലാണ്ട് 1.25 മണിക്കൂറിൽ വ്ളോഗൊന്നും അങ്ങനെ ഷൂട്ട് ചെയ്യാൻ നിന്നാൽ എനിക്ക് ഒന്നിനും ടൈം ഉണ്ടാവില്ല. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ നമ്മൾ തിരിച്ചു പോകല. ഉമ്മ ഇപ്പോൾ ആ സമയത്ത് റൂമിൽ ഒറ്റയ്ക്ക് നിൽക്കൂട്ടാ. ഞാൻ ആദ്യമെല്ലാം ഉമ്മ വന്നപാടെല്ലാണെങ്കിൽ എൻ്റെ ഒക്കെ വരുന്നോ എന്നെല്ലാം ചോദിക്കലുണ്ട്, ഞാൻ കൂട്ടാൻ നോക്കലുണ്ട്. പക്ഷെ ഉമ്മക്ക് അങ്ങനെ എല്ലാവരുടെയും പുറത്തെല്ലാം പോകാനും എല്ലാം വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളാണ്. അല്ലെങ്കിൽ ഞാൻ പറയും അങ്ങനെ കുട്ടികളെ കൂട്ടിയിട്ട് വരുന്നവരും എല്ലാം ഉണ്ട്.
പക്ഷെ ഉമ്മക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ഞാൻ തിരിച്ച് പോകുമ്പോൾ ഇല്ലേ ഉമ്മ ഇക്കാക്കലുള്ള ഫുഡ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഞാനങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിക്കൽ കുറവാണ്. ഇപ്പോൾ ഉമ്മ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ സ്കിപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ സ്കിപ്പ് ചെയ്യും കേട്ടോ. ഇത് നമ്മളെ ഇതില്ലേ പൊടിമുട്ടയില്ലേ, കുറേ വീഡിയോസിലെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതാണ് വലിയ ജീരകം, ചെറിയ ജീരകം, കടലപ്പരിപ്പ്, കുരുമുളക്, പിന്നെ മല്ലി, ചുവന്ന മുളക്, കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ് ഇട്ടിന്. ഇതിൻ്റെ മെഷർമെൻറ്റ് നോക്കട്ടെ, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എഴുതി വെക്കാം കേട്ടോ. എന്തായാലും അങ്ങനെ ഇതെല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്യുക. എന്നിട്ടില്ലേ നല്ലോണം റോസ്റ്റ് ചെയ്യണേ, കരിഞ്ഞു പോകാണ്ട് ചെറിയ തീയിൽ റോസ്റ്റ് ചെയ്താൽ മതി. കറിവേപ്പിലെല്ലാം നല്ല ക്രിസ്പി ആവണം. എന്നിട്ട് ഇത് നേരെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുക. മുട്ട പുഴുങ്ങിയത് വേണേ. എന്നിട്ട് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിക്കുക. ഈ റെസിപ്പിക്ക് വെളിച്ചെണ്ണ കുറച്ചധികം വേണേ. എന്നിട്ട് ഈ മുട്ടയെല്ലാം ഇതേപോലെ നേരെ പകുതിയാക്കിയിട്ട് കട്ടാക്കി വെക്കണം. ഇക്ക രാവിലെ മുട്ട കഴിക്കൂട്ട, കുറച്ചധികം. മുട്ടൻ്റെ മറ്റേ ഉള്ളിൽ കഴിക്കൂല, വൈറ്റ് മാത്രം. പിന്നെ വേറെ എന്താ, ഞാനും കഴിക്കലുണ്ട് എഗ് വൈറ്റെല്ലാം. ഇപ്പം അല്ലെങ്കിലും ഞാൻ മുട്ട ഒന്നും അങ്ങനെ രാവിലെ കഴിക്കാത്ത ആളാണ്. പക്ഷെങ്കിൽ രാവിലെ അല്ല, ഏതെങ്കിലും ടൈമായിട്ട് മുട്ട എന്തായാലും ഞാൻ കഴിക്കലുണ്ട്, എപ്പോഴെങ്കിലും ആയിട്ട്. പിന്നെ എന്നിട്ടില്ലേ നമ്മൾ പൊടിച്ച് വെച്ച പൊടിയില്ലേ, അതതിൻ്റെ മേലേക്ക് ഇട്ടിട്ട് നല്ലോണം അങ്ങ് മിക്സ് ചെയ്താൽ മതി. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ മുട്ട അങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്ക്. ഇത് മാത്രം മതി. ഇപ്പോൾ വൈകുന്നേരം ചായക്കടി ലൈറ്റ് ആണെങ്കിൽ ഇത് മാത്രം മതി. ഞാൻ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തായാലും ഞാൻ എഴുതി വെക്കാം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇൻഗ്രീഡിയൻസ് നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇത്ര ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടില്ല. പക്ഷെങ്കിൽ അടിപൊളിയാണ്, നമുക്ക് കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. അങ്ങനെ രാവിലെ ദോശയും കടലക്കറിയും ഈ മുട്ട പൊരിച്ചതും അല്ലേനും ഇന്ന് രാവിലത്തെ സ്പെഷ്യൽ. ഞാൻ വൈകുന്നേരമാണ് വീഡിയോ ഷൂട്ട് ചെയ്ത. കാര്യം ഉച്ചക്ക് നമ്മളിന്ന് ഫുഡ് പാഴ്സൽ വാങ്ങിയ, മന്തി വാങ്ങുക ചെയ്തത്. പിന്നെ അവിടെ കറിയിട്ടൊന്നും വിശേഷമൊന്നും ഇല്ലേനു. പിന്നെ ഉമ്മ നാട്ടിൽ പോയെന്ന് കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മ പോയിട്ടില്ല, ഇൻഷാ അല്ലാ അടുത്ത മാസം ഫസ്റ്റ് അങ്ങനെ പോവും, ഫെബ്രുവരി 1 അങ്ങനെ പോവും. ഉമ്മക്ക് ഇടന്നിട്ട് ബോറടിയെല്ലാം തുടങ്ങിയിന്. കാരണം ഇല്ലേ അപ്പുറം ഇപ്പുറം ഉമ്മ നാട്ടിലാവുമ്പോൾ നമ്മളെ റിലേറ്റീവ്സിൻ്റെ എല്ലാം വീട് അപ്പുറത്തെല്ലാം ഉണ്ട്. അവിടെയെല്ലാം അങ്ങനെ ഇറങ്ങി പോവെല്ലാം ചെയ്യുമല്ലോ. വീടിനാവുമ്പോൾ രാത്രി മാത്രമേ പുറത്തു പോകും, പകലേടി നമ്മൾ പുറത്തൊന്നും ഇറങ്ങലില്ല. അങ്ങനെയെല്ലായിട്ട് പകലെല്ലാം ഒരു നേരം കൂടാത്ത പോലെയാണ്. പിന്നെ എന്താ പറയുക, പക്ഷെങ്കിൽ കുട്ടികൾ സ്കൂളെല്ലാം വിട്ട് വന്നാൽ വേഗം സമയം പോകും. പിന്നെ ആ പൊടിമുട്ടയില്ലേ, അത് ഇവർക്കും കൊടുത്തതാണ്. ഇതിവർക്ക് വലിയ ഇഷ്ടമായിട്ടില്ല. പക്ഷെങ്കിൽ ഓപ്പോസിറ്റ് ഉമ്മ ഇരുന്നിട്ടുണ്ട്. എന്നിട്ട് വേഗം കഴിക്കാൻ വേണ്ടി പറയുന്നത്. ഇവർക്ക് വീഡിയോയിൽ ഇഷ്ടമില്ല എന്ന് പറയാനും മടിയാവുന്നു. അങ്ങനെയുള്ളൊരു ചിരിയാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഉമ്മാമ ആക്കിയതാ, ടേസ്റ്റ് ഉണ്ടാ? ഇഷ്ടപ്പെട്ടില്ല. ഉമ്മാമ സാഡായി. ഒന്ന് കടിച്ചേ. ആലുവിന് ഭയങ്കര ഇഷ്ടമായിന്ന് പറയുമ്പോ വീഡിയോയില് പറയും ആലുവിന് ആ പൊടിയാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടണെന്ന്. അങ്ങനെ ഞാൻ പറയൂ, വീഡിയോക്ക് വേണ്ടി ഞാൻ പറയും ആലുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന പൊടിയാന്ന് പറയും. നോക്കട്ടെ ആലു നല്ല ഹാപ്പി ഫേസ് ആക്കിയ രണ്ടേ ഉണ്ട് തൊട്ട്. ആലു വാവ്, എന്ത് ടേസ്റ്റാ എഗ്ഗലാലു. ഇനിയില്ലേ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ പോർഷൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. കാരണം നിങ്ങൾ ഞാൻ പറയുന്ന കേട്ടാൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ സ്കിപ്പ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞതെന്ന്. ബാക്ക് ബോൺ ഇല്ലാത്ത ആനിമൽസും ഉണ്ട്, ബാക്ക് ബോൺ ഉള്ള ആനിമൽസും ഉണ്ട്. അങ്ങനെയാണ് നമ്മുടെ ആനിമൽസിനെ എന്ത് ചെയ്തിരിക്കുന്നത്, 2 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എന്താ നമ്മുടെ ഇൻസെക്ട്സിന്റെ ബോഡി പാർട്ട് എത്രയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? പാർട്സിന്റെ പേര് പറഞ്ഞേ. ഹെഡ്, thorax, abdomen.
വെരി ഗുഡ്. 3 പാർട്സ് ആയിട്ട് നമ്മുടെ ഇൻസെക്ട്സിന്റെ ബോഡി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ക്യാഷ് പേ ബാക്ക് ചെയ്യും. നിങ്ങൾ കൊടുത്ത ഫീ നിങ്ങൾക്ക് റിട്ടേൺ തരും. ഇങ്ങനെ ഉറപ്പ് തരുന്ന എത്ര ട്യൂഷൻ സെൻറ്റേഴ്സ് നിങ്ങൾക്ക് അറിയാം. അങ്ങനെ ഉറപ്പ് തരണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കുക അവരെ ക്ലാസ് എത്ര ക്വാളിറ്റി ഉള്ളതായിരിക്കും എന്ന്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ള, ഫസ്റ്റ് ഒരു അസസ്മെൻറ്റില്ലേ നിങ്ങൾക്ക് ടോട്ടലി ഫ്രീ ആയിരിക്കും കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളെ കുട്ടികളെ ഞാൻ ആൽബർട്ടോൻ്റെ ട്യൂഷൻ്റെ കാര്യമാണ് പറയുന്നത്. ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പക്ഷേങ്കിൽ ഈ കാര്യങ്ങളിലൂടെ നിങ്ങളോടൊന്ന് പറയണമെന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ എക്സാം എല്ലാം കഴിഞ്ഞ സമയമല്ലേ, എക്സാം കഴിഞ്ഞിട്ട് അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഗ്രേഡ്സ് എല്ലാം നോക്കി സങ്കടപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. പിന്നെ ഇനി ഇപ്പോൾ 3 മാസം കഴിഞ്ഞാൽ വേഗം കഴിയും, 3 മാസമൊന്നും ഇല്ല, ആനുവൽ എക്സാം വരാനായി. ഇപ്പോഴേ നമ്മളെ കുട്ടീനെ പ്രിപ്പയർ ചെയ്താലേ കാര്യമുള്ളൂ. എക്സാമിൻ്റെ തലേന്ന് പോയിട്ട് ട്യൂഷൻ കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഒരാഴ്ച മുന്നേ ട്യൂഷൻ കൊടുത്തിട്ടോ ഒന്നും കാര്യമില്ല. എക്സാമിന് വേണ്ടി നമ്മൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യണം. എന്നാൽ അവർക്കും ടെൻഷനില്ല, നമുക്കും ടെൻഷനില്ല, കൂളായിട്ട് പോയിട്ട് എക്സാം എഴുതാം. ആൽബർട്ടോന് ഒരുപാട് ഹിസ്റ്ററി ഉണ്ട് കേട്ടോ. കാര്യം അത്രയും ഡൗൺ ആയിട്ട് നിന്ന സ്റ്റുഡൻസിനെ മേലോട്ടേക്ക് ലൈക്ക് അപ്ഗ്രേഡ് ചെയ്ത് അവരെ സ്റ്റഡീസിലെല്ലാം ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ള കുറേ ഹിസ്റ്ററി ഉണ്ട്. അത്രയും സ്റ്റുഡൻസ് ആൽബർട്ടോനുണ്ട്. എന്താ പറയുക, കുറേ വർഷങ്ങളായിട്ട് ഈ ട്യൂഷൻ, ഓൺലൈൻ ട്യൂഷൻ ഫീൽഡിലുള്ളതല്ലേ. അപ്പോൾ എല്ലാ ക്ലാസ്സിലുള്ള KG തൊട്ട് ഹയർ ക്ലാസ്സസിലോട്ട് ഇപ്പോൾ ആണെങ്കിൽ 8, 9, 10 ക്ലാസ്സെല്ലാം ഭയങ്കര ക്രൂഷ്യലാണ്. കാര്യം അവർക്ക് എക്സാമായി, അവരങ്ങനെയും വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം എക്സാമിലോട്ട് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ ക്ലാസ്സിലുള്ള എല്ലാ സബ്ജക്റ്റിലും സിലബസിലും ലാംഗ്വേജിലും എല്ലാം ഉള്ള ട്യൂഷൻസ് ആൽബർട്ടോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. KG സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ജൂനിയർ കോഴ്സസ് ഉണ്ട്. പിന്നെ ബേസിക് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ക്ലിയർ ആവാത്തവർക്ക് അങ്ങനെയുള്ള കോഴ്സസ് ഉണ്ട്. അല്ലെങ്കിൽ ഓൺലൈൻ സ്കൂളിംഗ് ഉണ്ട്. അല്ലെങ്കിൽ പെർട്ടിക്കുലർ സബ്ജക്റ്റിനോ ലാംഗ്വേജിനോ വേണമെങ്കിൽ അങ്ങനെയുണ്ട്. ടീച്ചറിനെ കൂടാതെ ഒരു മെൻറ്ററും കൂടി ഉണ്ടാവും കേട്ടോ. ഇൻ കേസ് നിങ്ങൾക്ക് ടീച്ചറിനെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ നല്ല ക്വാളിറ്റിയുള്ള ക്ലാസ്സസും നല്ല ക്വാളിറ്റിയുള്ള ടീച്ചേഴ്സുമാണ് ആൽബർട്ടോനുള്ളത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. പിന്നെ എൻ്റെ ഒരു കോഡും കൂടിയുണ്ട്, YT001 എന്ന് പറഞ്ഞ കോഡ് പറഞ്ഞു കൊടുത്താൽ അവർ നിങ്ങൾക്ക് ഏത് കോഴ്സിനും എക്സ്ട്രാ ഓഫ് തരും കേട്ടോ. ഇന്നുൻ്റെ ക്ലാസ് എല്ലാം കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ ഉമ്മ വന്നതിന് ശേഷമുള്ള മെയിൻ പരിപാടി, ആ ഫ്രീ ടൈം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ലൂഡോ കളിക്കാനിരിക്കും നമ്മൾ. ഇന്നും ആലുവിന് ആദ്യം അറിയില്ലേനു, ഇപ്പോൾ ആലു പഠിച്ച് ഞാനും ഉമ്മയും കൂടി കളിക്കും. ആദ്യം നമുക്ക് അങ്ങനെ ഫ്രീ ടൈം ഉണ്ടാവൽ കുറവാണ്. ഇപ്പോൾ ഉമ്മയും കൂടി ഉള്ളതുകൊണ്ട് ഫ്രീ ടൈം ഉണ്ടാവും. ഫുഡ് അധികം ഉമ്മ എല്ലാം തന്നെ ആക്കലുണ്ട്. അതുകൊണ്ട് പിന്നെ നമ്മൾ ഈ കാണുന്ന പോലെയൊന്നുമില്ല, ഭയങ്കര അലമ്പായിരിക്കും, അടിയാവും. ലാസ്റ്റ് അധികം അടിയായിട്ടാണ് നിർത്തൽ. 4 ആളും ഭയങ്കര വാശിയാണ്. ഉമ്മാക്ക് പിന്നെ വേറെ ചോയ്സ്, കുറച്ച് സമയം TV കാണും, കുറച്ച് സമയം ഫോണിൽ വീഡിയോസ് കാണും, പിന്നെ നമ്മളൊക്കെ ഇങ്ങനെ കളിക്കും. അങ്ങനെ ആലു ഉമ്മാമ കഴിഞ്ഞ ഇത് കളിക്കട്ടെ, കാണിച്ചു തരാട്ടാ. ഇത് വെച്ചോ. നീ എന്തിന് 2 പ്രാവശ്യം കളിച്ചേ? എനിക്ക് ആദ്യം 4 ഒന്നേ കള്ളക്കളി. ആലു ഇപ്പൊ ഇങ്ങനെ കറങ്ങി വന്നു. ഞാൻ ഓളെപ്പോഴേ കറങ്ങി വന്നേ, ഒരു മണിക്കൂറായി കറങ്ങി വന്നിട്ട്. 1 2 3 4 5 1 2 3 4 5. നമ്മളിങ്ങനെ കളിക്കുമ്പോൾ ലാസ്റ്റ് കറങ്ങി തിരിഞ്ഞിട്ടില്ലേ, ഞാനും ആലും ഒരു ടീം, ഇന്നും ഉമ്മാമയും ഒരു ടീം, അങ്ങനെ ഉണ്ടാവല്. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ അടിയെല്ലായി. ഇതിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ഡീസൻ്റായിട്ടിരുന്നു നമ്മൾ. പിന്നെ നമ്മളൊന്ന് പുറത്ത് പോയിനേനെ, ഞാൻ ഉമ്മാനെയും ഇന്നുവിനെയും ആലുവിനെയും കൂട്ടിയിട്ട് നമുക്ക് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വേണേനു. അപ്പോൾ വേഗം പോയി വരാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരത്തെ ഒന്ന് ലൂലൂലു പോക്കാന്നേ. നമ്മളില്ലേ ഇക്കാൻ്റെ ഒരു ബ്രദറിനെ രാത്രി ഫുഡ് കഴിക്കാൻ വിളിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഒറ്റൊരു ഫാമിലി മാത്രമേ ഉള്ളൂ. അങ്ങനെ അവർക്ക് ഫുഡ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് മാത്രമല്ല, നമുക്ക് കുറച്ച് സാധനങ്ങളും കൂടി വേണേനെ. നമുക്ക് ഉച്ചക്ക് ചോറിന് വേണ്ടുന്ന, വറവിന് വേണ്ടുന്ന സാധനങ്ങളും അങ്ങനെ കുറച്ച് സാധനങ്ങൾ വേണേനു. എനിക്ക് നാട്ടിൽ നിന്നാലും വീടുന്നാലും ഇല്ലേ ഉമ്മാനെയും കൂട്ടിയിട്ട് ഇങ്ങനെ പച്ചക്കറിയെല്ലാം വാങ്ങാൻ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഡ്രസ്സ് വാങ്ങാൻ പോകാൻ അങ്ങനെയൊന്നുമല്ല, ഇങ്ങനത്തെ നമ്മൾ ഗ്രോസറി ഷോപ്പിങ്ങില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഉമ്മ ഇവിടെ ആദ്യം വന്നേരം
ഒരു 2 വർഷം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം ഉമ്മാക്ക് ഫസ്റ്റ് എടുത്ത പച്ചക്കറിയെല്ലാം കാണുമ്പോൾ ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഭയങ്കര ഫ്രഷ് ആയിട്ടല്ലേ ഉണ്ടാവുക. എന്താ പറയുക, എല്ലാം കൂടുതൽ കുറച്ചും കൂടി വലിയ സൈസും ഉണ്ടാവും, ഭയങ്കര ഫ്രഷ് ആയിട്ടെല്ലാം ഉണ്ടാവും. അന്നേരം ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ വെജിറ്റബിൾസ് എല്ലാം എടുത്ത് കാണാൻ. പിന്നെ വേറെന്നാ, പിന്നെ നമ്മളിങ്ങനെ ഓരോരോ സാധനങ്ങൾ നോക്കി വാങ്ങല. ഉച്ചയ്ക്ക് ചോറെല്ലാം എന്നാ ഉണ്ടാക്കൽ എന്നെല്ലാം ഉമ്മ ഉണ്ടാക്കുന്നതുകൊണ്ട് അതെല്ലാം ഉമ്മയാണ് നോക്കി വാങ്ങുന്നത്. പിന്നെ ഞാൻ ഈ മറ്റേ ഉള്ളിയില്ലേ, വലിയ ഉള്ളി, അതിനെന്താ പറയാൻ എനിക്കറിയില്ല, വൈറ്റ് ഓണിയനില്ലേ, അത് ഞാൻ 2 എടുത്തത് എന്തിനാണെന്നറിയാം, എനിക്കൊരു റെസിപ്പി ട്രൈ ചെയ്യാനാണ്. നിങ്ങളെപ്പോഴെങ്കിലെല്ലാം ഇൻസ്റ്റാഗ്രാമിലെല്ലാം കണ്ടിട്ടുണ്ടാവും, ഉള്ളി മാത്രം ഇങ്ങനെ ബോയിൽ ചെയ്ത് കുറച്ച് അധികം മസാലയെല്ലാം ഇട്ട് ബോയിലെല്ലാം ചെയ്തിട്ട്, അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, ഉള്ളി മാത്രം കഴിക്കുന്നത്. അത് ഭയങ്കര ടേസ്റ്റാണെന്ന് കുറേ ആൾ പറയുന്ന കേട്ടിന്. അവനിൽ ഗ്രില്ല് ചെയ്തിട്ടെല്ലാം എടുക്കുന്ന. അത് ഞാൻ ഉണ്ടാക്കിയിട്ട് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്പി ഷെയർ ആക്കാം. അതിൻ്റെ റെസിപ്പി എനിക്ക് തപ്പിപ്പിടിക്കണം, അതിന് എന്തെല്ലോ സോസെല്ലാം വേണം. അങ്ങനെ ഞാൻ 2 എടുത്തിന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇല്ലേ, വൈറ്റ് റൈസ് എന്നോട് കുറേ ആൾ ഇപ്പം ഇൻസ്റ്റയിലെല്ലാം പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിക്കും. ഫസ്റ്റായിട്ട് ഇങ്ങനെ പുറത്ത് പോയി താമസിക്കുന്നവരെല്ലാം ഏതാണ് പച്ചരി എടുക്കലെന്ന്, ദോശക്കരക്കാനായാലും അല്ല ഇഡ്ഡലിക്കായാലും ഏതും. ഇഡ്ഡലി റൈസ് അല്ല, ഞാൻ കൂടുതലും നോർമൽ പച്ചരിയില്ലേ, ലൂലുവിൻ്റെ വൈറ്റ് റൈസാണ് ഞാൻ എടുക്കൽ. ഇഡ്ഡലി റൈസ് അല്ലെങ്കിൽ ഇത് ആണ് ഏറ്റവും നല്ലത്. നമ്മൾ കണ്ണൂർ ദോശയിലില്ലേ, കണ്ണൂർ നമ്മൾ പച്ചരി ദോശ, നീർദോശ എന്നെല്ലാം പറയുന്നത്, അതിനെല്ലാം ഈ ലുലുവിൻ്റെ വൈറ്റ് റൈസ് അടിപൊളിയാണ്. പിന്നെ അധിക വീഡിയോയിലും 1-2 കമൻറ്റെങ്കിലും ഉണ്ടാവും നിങ്ങളെ ഷോപ്പിംഗ് വീഡിയോസ് ചെയ്യണേന്ന്. നമ്മൾ എല്ലാ ആഴ്ചയും ലുലുവിൽ വന്നിട്ട് തന്നെയാണ് സാധനങ്ങൾ വാങ്ങൽ. എന്നിട്ട് സെയിം നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബോറടിക്കൂലേ, അതുകൊണ്ടാണ് ഞാൻ അധികം ഒന്നും ഷൂട്ട് ചെയ്യാത്ത കേട്ടോ. പിന്നെ ഇപ്പം ആണെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ഈ ബേക്കറി ഐറ്റംസ് ഇല്ലേ, അതെല്ലാം കുറേ അധികം വാങ്ങലുണ്ട്. ചില സമയത്ത് നമുക്കങ്ങനെ ഓരോരോ ക്രേവിങ്സ് വരൂലേ. ആ ഒരു റോസിൻ്റെ കപ്പ് കേക്ക് എൻ്റെ ഫേവറേറ്റാണ്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാം. ഈ സബഹു എന്ന് പറഞ്ഞ ബ്രാൻഡ് പേരുള്ള, ഇതിൻ്റെ ശരിക്കും എന്നാ പറയാൻ എനിക്കറിയില്ല, ഇതിൻ്റെ മഫിനില്ലേ, ഇത് ഭയങ്കര അടിപൊളിയാണ്. ഡാർക്ക് ചോക്ലേറ്റെല്ലാം ഇഷ്ടമുള്ളവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ അതിൻ്റെ കേക്കും നല്ല ടേസ്റ്റാണ്. പക്ഷേങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഇല്ലാത്തൊരു സാധനം ഞാൻ കാണിച്ചു തരാം, അതിൻ്റെ ബ്രൗണി. ഇത് ന്യൂ ലോഞ്ച് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഞാനിത് ബ്രൗണി മുന്നേ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേങ്കിൽ ഈ ചോക്ലേറ്റ് ചിപ്സിൻ്റെ ബ്രൗണി ഒരു രസമില്ല. എന്താ പറയുക, സത്യം പറഞ്ഞാൽ ബ്രൗണീൻ്റെ ഏത് പ്രദേശത്തേക്കും വരില്ല, അത്രയും രസമില്ല. പക്ഷേങ്കിൽ അതിൻ്റെ മഫിനല്ലേ ശരിക്കും നമ്മൾക്ക് നല്ലൊരു ബ്രൗണി കഴിക്കുന്ന പോലത്തെ ഫീൽ ഉണ്ടാവും. മഫിനും കേക്കും അടിപൊളിയാണ്. പിന്നെ ഈ കേക്ക് റസ്ക് ഞാൻ ഉമ്മാനോട് ഇഷ്ടപ്പെടുമായിരിക്കും. ഉമ്മാക്ക് അധികം മധുരമൊന്നും വലിയ ഇഷ്ടമില്ല. കേക്ക് റസ്ക് ഇഷ്ടപ്പെടുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതെടുക്കുന്നു എന്ന് ചോദിച്ചതാണ്. എനിക്കില്ലേ ചില സമയത്ത് ഈ ബേക്കറി ഐറ്റംസ് എല്ലാം ഭയങ്കര ഇഷ്ടമായിരിക്കും, ചില സമയത്ത് തീരെ പിടിക്കില്ല. അധികം എരിവുള്ള ബേക്കറി ഐറ്റംസിനോടായിരിക്കും താല്പര്യം, ചില സമയത്ത് ഇങ്ങനത്തെ മധുരത്തിനോട്. അങ്ങനെ ഇപ്പം കുറേ കാലമായിട്ട് കുറേ മധുരമുള്ള സാധനങ്ങൾ കഴിക്കുന്നുണ്ട്. എനിക്കറിയില്ല എന്നാവാന്ന്. പിന്നെ ആലുവിന് ഇങ്ങനത്തെ ഒരു മറ്റേ റൈറ്റ് ചെയ്യുന്ന സംഭവമില്ലേ, റൈറ്റിംഗ് പാഡില്ലേ, അതൊന്ന് വേണമെന്ന് പറഞ്ഞു. ഇത് വെക്കും ഒന്ന് പൊട്ടുന്നതിന് ഓരോന്ന് വേണം. പിന്നെ ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം വാങ്ങുമ്പോൾ തന്നെ എങ്ങനെ പൊട്ടിച്ചാലും ഞാൻ പിന്നെയും വാങ്ങിക്കൊടുക്കും. കാര്യം എൻ്റെ കുട്ടിക്ക് സ്ക്രീൻ ടൈം ഭയങ്കര കുറവാണെന്ന് എനിക്ക് തോന്നൽ. കാരണം ഇവർ ഭയങ്കര അഡിക്റ്റ് ഒന്നല്ല, അതിങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള കളറിങ് ബുക്കും അതും ഇതും എല്ലാം വാങ്ങിക്കൊടുക്കുന്നതുകൊണ്ടാണ്. അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഞാൻ കൂടുതൽ വാങ്ങിക്കൊടുക്കും. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് സ്വീറ്റ് കോണെല്ലാം വാങ്ങി ഇനിയിപ്പോൾ തിരിച്ച് പോയാൽ വേഗം കഴിഞ്ഞിനേനു, 1 മണിക്കൂർ അത്രേ നമുക്ക് ടൈം എടുക്കൂ. പിന്നെ എല്ലാം വാങ്ങി, എന്തെങ്കിലും എല്ലാം മറന്നിട്ടുണ്ടാവും, എന്നാലും ഒരാഴ്ചത്തേക്കുള്ള ഷോപ്പിങ്ങാണ്. പിന്നെ നമ്മൾ അങ്ങനെ ഇടയ്ക്ക് വേറെ ഒന്നും വാങ്ങില്ല, പാലല്ലാണ്ട് വേറെ ഒന്നും നമുക്കിങ്ങനെ ഇടയ്ക്ക് വാങ്ങേണ്ട വരില്ല. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇന്ന് രാത്രി നമ്മൾ എൻ്റെ ബ്രദറിനെ ഇങ്ങോട്ടേക്ക് ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനേക്ക് ഞാൻ നമ്മളെ മറ്റേ റൈസില്ലേ, മഹമ്മൂസ് കുത്തൈഫി എന്ന് പറയുന്നത്, ഞാൻ അതിൻ്റെ റെസിപ്പി വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു സ്വീറ്റ് ഉണ്ടാക്കണം, പിന്നെ എന്തെങ്കിലും ഒരു സ്നാക്കും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. സ്നാക്ക് എന്ന് പറഞ്ഞിട്ട് തന്നെ ഉമ്മ പറഞ്ഞ് നമുക്ക് നമ്മളെ ഇറച്ചി വട ഉണ്ടാക്കാമെന്ന് പറഞ്ഞ്. പിന്നെ മറ്റേ മുട്ടയെല്ലാം വെച്ചിട്ട് രാത്രി ആയതുകൊണ്ട്
മുട്ടയെല്ലാം വെച്ചിട്ട് മറ്റേ വട്ടത്തിലുണ്ടാക്കും. ഇറച്ചിവട തന്നെ സംഭവം അത് തന്നെ, പക്ഷേങ്കിൽ മുട്ടയും കൂടി വെച്ചിട്ട് വട്ടത്തിൽ ഷേപ്പിലുണ്ടാക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബീഫ് വേവിച്ച് വെച്ചിന്, ബീഫിൻ്റെ ഫാറ്റാണ് കേട്ടോ മേലക്കണ്ട്. മുട്ട പുഴുങ്ങി വെച്ചിന്. പിന്നെ ഞാൻ സ്വീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താ ഉണ്ടാക്കാമെന്ന് കുറേ ആലോചിച്ച് ലാസ്റ്റ് വിചാരിച്ച് മതി പായസം തന്നെ ഉണ്ടാക്കാമെന്ന്. പക്ഷെ എന്തെങ്കിലും ഒരു വെറൈറ്റി പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിന്. പിന്നെ ഇത് നമ്മൾ ഇറച്ചി വടക്കുള്ള മസാലയ്ക്ക് വേണ്ടി ഉമ്മെല്ലാം കട്ടാക്കി വെച്ചതേന്, ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം. പിന്നെ വെളുത്തുള്ളി എടുത്ത് വെച്ചിന്. പിന്നെ ഇതാ ചിക്കൻ ഉണ്ട്. പിന്നെ അപ്പോൾ ഇത് ബിരിയാണിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഫുഡ് അല്ലാത്തതുകൊണ്ട് ഉള്ളിയൊന്നും കട്ടാക്കണ്ടല്ലോ. ചിക്കനൊന്ന് ഞാൻ 2 സ്കിന്നുള്ളുണ്ട്. പിന്നെ ഒന്ന് അഥവാ കുറഞ്ഞു പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് സ്കിന്നില്ലാത്ത നമ്മൾ ഫ്രഷ് ആയിട്ട് അറുത്ത് വാങ്ങൂലേ, അങ്ങനത്തെ ചിക്കൻ ഒന്ന് എടുത്ത് വെച്ചിന്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഉള്ളിയൊന്നും കുറേ കട്ട് ചെയ്യേണ്ടാത്ത ഫുഡായതുകൊണ്ട് ലാസ്റ്റ് ലേറ്റായിട്ട് ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിന്. അതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് കിച്ചണിൽ വന്നേയും. കാരണം അവർ വരുമ്പോഴത്തേക്ക് എന്തായാലും 10-11 മണി കഴിയും എന്തായാലും. അന്നേരം ചൂടാറിപ്പോയാലും വലിയ രസം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ചൂടോടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് മന്തിയോ അങ്ങനത്തെ ഫുഡെല്ലാം നമുക്ക് ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളല്ലേ, അതുകൊണ്ട് നേരത്തെ ഉണ്ടാക്കി വെക്കുകയൊന്നും വേണ്ടല്ലോ. പിന്നെ ഞാൻ ആദ്യം പായസം ഉണ്ടാക്കലാന്നേ. ഞാൻ ഇന്ന് ഒരു മലായി പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഷെയർ ആക്കുന്നില്ല, കാരണം ഇതെനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ സക്സസ് ആയൊരു പായസമൊന്നുമല്ല ഇത്. ഉണ്ടാക്കേണ്ട ഭയങ്കര സ്പെഷ്യലായിട്ടാണ് ഉണ്ടാക്കേണ്ടത്, പക്ഷെങ്കിൽ ടേസ്റ്റിന് വലിയ സ്പെഷ്യലൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് മതി ഷെയർ ആക്കേണ്ട റെസിപ്പി. എങ്കിലും ട്രൈ ചെയ്തിട്ടെങ്കിലും പറയൂലേ, ഇതുണ്ടാക്കാൻ ഇത്രയും സാധനങ്ങൾ വേണം, പക്ഷേ ഇത് ഉണ്ടാക്കിയിട്ട് വലിയ ടേസ്റ്റ് ഇല്ല നിങ്ങൾ പറയൂലേ. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ റെസിപ്പി ഫുള്ളായിട്ട് ഇതിൽ ആഡ് ആക്കിയിട്ടില്ല കേട്ടോ. പിന്നെ ഉമ്മ ഇതാ ഉമ്മ ഇറച്ചി വടക്ക് വേണ്ടുന്ന ഉള്ളി വാട്ടുന്നുണ്ട്. വെളിച്ചെണ്ണയിൽ ഉള്ളി ഇടാം, ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം ഇടാം. പിന്നെ കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ പണ്ടേ ഉള്ള റെസിപ്പിയാണ്. പക്ഷെങ്കിൽ ഈ സ്നാക്കിനോളം എനിക്ക് തോന്നുന്നില്ല കണ്ണൂർ വേറെ ആയിരിക്കും ഇത്രയും ഇഷ്ടമുള്ള സ്നാക്ക് ഉണ്ടാവുമെന്ന്. എല്ലാവരെയും കാര്യം പറയുന്നില്ല, എന്നാലും മിക്കവാറും കണ്ണൂരുകാർക്ക് ഈ ഇറച്ചി വട ഭയങ്കര ഇഷ്ടം തന്നെയായിരിക്കും. പിന്നെ ഇതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് ചിക്കൻ മസാല, ഇത്രയും സാധനങ്ങളെ വേണ്ടു. ഈ മസാല വെച്ചിട്ട് നമ്മൾ എന്തെല്ലാം കടി ഉണ്ടാക്കുമെന്നറിയാം. പക്ഷെങ്കിൽ ഈ മസാല ഭയങ്കര ടേസ്റ്റ് തന്നെയാണ്. നോമ്പെല്ലാം ഉണ്ടാകുമ്പോൾ ഞാൻ ഫസ്റ്റ് ഇതുണ്ടാക്കലുണ്ട്. ഇക്കാക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സ്നാക്ക്. പിന്നെ വേറെ എന്നാ, അപ്പം ഇത് ഒന്ന് വാടാനായിട്ട് അവിടെ വെക്കുന്നുണ്ട്. ഞാൻ പായസത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര കാരമലൈസ് ചെയ്യുന്നുണ്ട്. ഇത് ഉണ്ടാക്കാൻ കുറച്ചധികം സ്റ്റെപ്പ് ഉണ്ട്, പക്ഷേ അത്രയും ടേസ്റ്റൊന്നും ഇതിന് തോന്നുന്നുമില്ല. സാധാരണ ഒരു പായസം പോലെയാണ് എനിക്ക് ഫീലായത്. അതുകൊണ്ടാണ് പിന്നെ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇടണ്ടെന്ന് വിചാരിച്ചേ. അങ്ങനെ പഞ്ചസാര കാരമലൈസ് ആയി കഴിഞ്ഞാൽ അതിൽ പാലൊഴിക്കുക. എനിക്ക് തോന്നി ഇനി ഇതിനേക്കാളും നല്ല നമ്മൾ നോർമൽ കാരമലൈസ്ഡ് സേമിയ പായസം ഉണ്ടാക്കൂലേ, ആ കാരമലൈസ്ഡ് സേമിയ പായസത്തിൻ്റെയും റെസിപ്പി ഞാൻ ഷെയർ ആക്കിയിട്ടുണ്ടായിരുന്നു. അത് ഉണ്ടാക്കിയാൽ ഇതിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവാമെന്ന് എനിക്ക് തോന്നിന്. പിന്നെ ഉമ്മയിൽ വേവിച്ച ബീഫ് ഇട്ടിന്, ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ട് വേവിച്ച ബീഫാണ്, അതും കൂടി ഇട്ട് കൊടുത്തന്. ഇതിലിപ്പോൾ കുരുമുളക് ഇട്ടാലോ വേറെ എന്ത് മസാലപ്പൊടി ഇട്ടാലും അതിൻ്റെ ഒരു ഒതൻറ്റിക് ടേസ്റ്റ് അങ്ങ് പോവും. പണ്ട് മുതലേ ഉള്ള മസാല അത്, അതുകൊണ്ട് വേറെ ഒരു പൊടിയും അതിലിട്ടറ്. കുരുമുളക് പൊടിയൊന്നും ഇട്ടാൽ എനിക്ക് അതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് പോയ പോലെ തോന്നലുണ്ട്. പിന്നെ ഇപ്പുറത്തെ ഞാൻ ഈ പായസത്തിന് വേണ്ടിയിട്ട് എന്തെല്ലാം ഇടുന്നുണ്ട്. മറ്റേ നമ്മൾ കുങ്കുമപ്പൂവും മലായി അല്ലേ, അപ്പോൾ ആ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് കുങ്കുമപ്പൂവും പിന്നെ കുറച്ചധികം നമ്മൾ ഇതില്ലേ ഏലക്കായ് പൊടിയെല്ലാം ഇടുന്നുണ്ട്. അങ്ങനെ സേമിയെല്ലാം ഇട്ട് പായസം റെഡിയായി. ഇങ്ങനെ അണ്ടിപ്പരിപ്പ് മുന്തിരിയെല്ലാം ഇട്ട് താളിച്ചൊഴിച്ചിട്ട് അത് അവിടെ സൈഡാക്കി വെച്ചേ. ഇനിയിപ്പോൾ ഞാൻ എന്താ പറയുക, കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് പിന്നെ കിച്ചണിലേക്ക് വന്നത്. ഒരു 9 മണി കഴിഞ്ഞേരാണ് വന്നത്. കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലേ, ചൂടോടെ ഉണ്ടാക്കിയവിടെ വെച്ചാൽ മതിയല്ലോ, പിന്നെ ചൂടാക്കുകയൊന്നും വേണ്ടല്ലോ. ഇവിടെ തണുപ്പായതുകൊണ്ട് വേഗം ചൂടാറിപ്പോവുകയും ചെയ്യും. ആദ്യം കുറച്ചധികം ഒരു കപ്പോളം ഓയിൽ ഒഴിച്ചിന് അതിലേക്ക് ഒരു 5-6 ഉള്ളി ഇട്ട് കൊടുത്ത്. ഈ ഒരു ഉള്ളി പൊരിക്കലേ ഇതിലേക്ക് പണിയുള്ളൂ, വേറെ എല്ലാം സിമ്പിളാണ്. അതൊന്ന് പൊരിച്ചെടുക്കണേ, നല്ല ബ്രൗൺ കളറായിട്ട് വരണം. പിന്നെ കുറച്ച് വെളുത്തുള്ളി വേണം. മഹ്മൂസ് കുത്തൈഫിങ്ങിൽ ട്രൈ ചെയ്തിനാ, അടിപൊളി റൈസാണ്. എനിക്ക് മന്തിയിൽ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ട്രൈ ആക്കി നോക്കണം. മന്തിനേക്കാളും കുറച്ചും കൂടി മസാലയുണ്ട്, കുറച്ചും കൂടി ഫ്ലേവർഫുൾ ആയിട്ടുള്ള റൈസാണ് ഇത്. സൗദി ഒറിജിനാണെന്ന് തോന്നുന്നു. അതെ, സൗദിയിൽ ഫേമസ് ആയിട്ടില്ല, എന്തായാലും നമ്മൾ ഒമാനിലൊന്നും ഇല്ല. പിന്നെ ഉണക്ക നാരങ്ങ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ച നാരങ്ങ എടുക്കാം കേട്ടോ. അതിപ്പോൾ മന്തിയിലാണെങ്കിലും ഏലാണെങ്കിലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്, പക്ഷെ നല്ല ഫ്ലേവറും ഉണ്ട്.
അടിപൊളിയാണ്. അപ്പോൾ എപ്പെങ്കിലും നിങ്ങൾക്ക് ഉണക്കനാരങ്ങ ഇല്ലെങ്കിൽ ഇടാണ്ടിരിക്കണ്ട, ഒരു പച്ച ചെറുനാരങ്ങ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ടോ കേട്ടോ, അടിപൊളിയാണ്. കട്ട് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ കുത്തിടൂലേ, കുത്തിട്ടിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കൂലേ, അങ്ങനെ ഇട്ടോ. പിന്നെ ഞാൻ എടുത്ത ചിക്കൻ്റെ സ്റ്റോക്കിന് വേണ്ട ഞാൻ ബീഫിൻ്റെ സ്റ്റോക്കാണ് എടുത്തത്, അതാ തിരിച്ച് വെക്കുന്നത്. പിന്നെ ഇതാ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം തന്നെ വേണം. ഇപ്പോൾ 2-3 ചിക്കൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഈ റെസിപ്പി ഫോളോ ചെയ്തോ, അല്ലെങ്കിൽ ഒരു ചിക്കൻ വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് മഹ്മൂസ് കുത്തൈഫി ഷാമീസോ എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് റെസിപ്പി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഈ സാധനങ്ങളെല്ലാം റെഡിയാക്കി വെക്കുക. അപ്പോഴേക്ക് നമ്മൾ ഉള്ളി ഇതാ നല്ലോണം ഒന്ന് പൊരിഞ്ഞ് വരുന്നുണ്ട്. ഉമ്മ ബിരിയാണി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇക്കാൻ്റെ ബ്രദർ നാട്ടിൽ പോയിട്ട് തിരിച്ച് വന്നിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞു, നാട്ടിൽ പോയിട്ട് കുറേ കല്യാണത്തിനും എല്ലാം അധികം ബിരിയാണി എല്ലാം കഴിച്ചിട്ടുണ്ടാവില്ലേ. നാട്ടിലാണെങ്കിൽ ഇപ്പം അറബിക് റൈസ് എല്ലാം തന്നെ ഉണ്ടാക്കുന്നത്. എന്നാലും ഞാൻ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും അറബിക് റൈസ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇതുണ്ടാക്കിയിട്ടാ. ഉള്ളി നല്ലോണം പൊരിഞ്ഞ് വന്നു കഴിഞ്ഞാലില്ലേ, കരിഞ്ഞു പോകുന്നതിന് മുന്നേ ചിക്കൻ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 3 ചിക്കൻ എടുത്തേനെ. ഒന്ന് സ്കിന്നില്ലാത്തതാണ്, സ്കിന്നുള്ള ചിക്കന് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. എന്നിട്ട് ഇതാ ഈ മസാലകളെല്ലാം, ഈ സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കുക. എന്നിട്ട് 4 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ വെളുത്തുള്ളി സ്ക്വീസ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ ഏറ്റവും ടേസ്റ്റ്. ഒരു വെളുത്തുള്ളി എക്സ്ട്രാ ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോൾ ആക്കുമ്പോൾ ഇട്ടു കേട്ടോ. പിന്നെ കുറച്ച് പച്ചമുളക്, പിന്നെ ഇതാ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി. മുളക് പൊടി ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ നിറച്ചെടുത്തിന്, മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ തന്നെ എടുത്തിന്. പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂണ് ഗരം മസാല അല്ലെങ്കിൽ അറബിക് മസാല. ഗരം മസാല എടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കുക. ചെറിയ ടേസ്റ്റ് ഡിഫറൻസ് നമുക്ക് ഫീൽ ആവാത്ത ഡിഫറൻസ് ഉണ്ടാവും. അറബിക് മസാല തന്നെ വേണമെന്നൊന്നുമില്ല. പിന്നെ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള അളവിൽ വെള്ളം എടുക്കുക. ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ, എന്നാൽ പെട്ടെന്ന് തന്നെ തിളച്ച് വരുമല്ലോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ടിട്ടാൽ മതി. കാര്യം എല്ലാം തിളച്ച് കഴിഞ്ഞിട്ട് കേട്ടോ ഉപ്പിടാവൂ. കാര്യം ചിക്കൻ സ്റ്റോക്കെല്ലാം മെൽറ്റ് ആവണം. അതിലുള്ള ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ബാക്കി ഉപ്പിടണ്ടു. എന്നിട്ടിത് തിളക്കാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുക. ഈ സമയത്ത് ഉമ്മ ഇതിൻ്റെ മാവ് പരത്തുന്നുണ്ടേനെ. ഉമ്മ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാണ് മാവെടുത്ത്, പകുതി ആട്ടയും പകുതി മൈദയും. എന്നിട്ട് ഇങ്ങനെ വട്ടത്തിൽ പരത്തി ഉണ്ടാക്കുക നമ്മൾ വിചാരിച്ചേ. കാര്യം സ്നാക്ക് വേറെ കൊടുക്കാനൊന്നും സമയം ഉണ്ടാവില്ല, ഒരുമിച്ച് തന്നെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതൊരു ഫുഡ് പോലെ നമുക്ക് കഴിക്കാം അങ്ങനെ. എന്നിട്ട് കുറച്ചധികം മസാല, ഒരു ഹാഫ് മുട്ട, ഫുള്ള് മുട്ട വെച്ചിട്ട് ഉണ്ടാക്കുക. പിന്നെ ഞാൻ പറഞ്ഞു ഹാഫ് മുട്ട വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഭയങ്കര സൈസായി പോകില്ലേ, കാണുമ്പോൾ തന്നെ പേടിയാവും, അത്രയും വലിയ സൈസ് ഉണ്ടാവും. അതുകൊണ്ട് ഹാഫ് വെച്ച് എന്നിട്ട് ഇതുപോലെ കട്ടാക്കി എടുത്താൽ മതി. പരിപാടി കഴിഞ്ഞ് എനിക്ക് ഇങ്ങനെ സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ നോമ്പ് ഓർമ്മ വരും കേട്ടോ. ഞാൻ നോമ്പിനാണ് കൂടുതൽ സ്നാക്കെല്ലാം ഉണ്ടാക്കുള്ളൂ, ഇങ്ങനെ എണ്ണയിൽ മുക്കി പൊരിച്ച്. അല്ലാണ്ട് പിന്നെ ഉമ്മ വന്നേരം ഇക്കാക്ക് ഇങ്ങനെ ഇടയ്ക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കലുണ്ട്. അല്ലാണ്ട് ഞാൻ ഉണ്ടാക്കി കൊടുക്കൽ ഭയങ്കര കുറവാണ്. കാര്യം നമ്മളെപ്പോഴും എണ്ണയിൽ മുക്കി പൊരിച്ചെല്ലാം കഴിക്കുന്ന, അല്ലെങ്കിൽ തന്നെ നമ്മളെപ്പോഴും നോൺ വെജ് എല്ലാം തന്നെയാണ്. അതിൻ്റെ ഒക്കെ ഇങ്ങനത്തെ സ്നാക്കും കൂടി കഴിച്ചാൽ പിന്നെ ഓവറായി പോലെ. അതുകൊണ്ട് ഞാൻ സ്നാക്ക് ഉണ്ടാക്കലെല്ലാം ഭയങ്കര കുറവാണ്. എപ്പോഴെങ്കിലും ഭയങ്കര റയറായിട്ട് മാത്രമേ ഉണ്ടാക്കലുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മൾ ചിക്കൻ വെന്ത് വന്നിനെ. ചിക്കൻ ഫുള്ളായിട്ട് കുക്കായി കഴിഞ്ഞാൽ ഇതിനടുത്ത് കോരി മാറ്റാം. ഇതിപ്പോൾ പൊട്ടാണ്ട് കോരി മാറ്റൽ ഭയങ്കര ടാസ്ക്കാണ്. അങ്ങനെ എങ്ങനെയല്ലോ ഞാൻ കോരി മാറ്റീന്. ഇനി അത് എയർ ഫ്രൈ ചെയ്യാൻ വെക്കണം. എയർ ഫ്രൈ അല്ലെങ്കിൽ പാനിലിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ട് ഫ്രൈ ആക്കിയാൽ മതി. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കുക. ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ച ബസ്മതി വൈറ്റ് റൈസാണ് ഞാൻ എടുത്തത്. മറ്റേ റൈസ് ആണെങ്കിൽ എല്ലാം ആണെങ്കിൽ കുറച്ചധികം സമയം സോക്ക് ചെയ്ത് വെക്കണം, 3/4 മണിക്കൂറെല്ലാം സോക്ക് ചെയ്ത് വെക്കണം. ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനിതാ ഈ ഒരു വട്ടത്തിലുള്ള ഇനി വട്ടപ്പത്തിരി എന്നാ അങ്ങനെ എന്തോ പറയൂ കേട്ടോ. എനിക്ക് അതിൻ്റെ പേര് കറക്റ്റ് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് എനിക്ക് കിട്ടുന്നില്ല. കാര്യം ഈ ഒരു ഷേപ്പിൽ ഞാൻ ഉണ്ടാക്കൽ കുറവാണ്. ഷേപ്പ് മാറ്റുന്നേ ഉള്ളൂ നമ്മൾ ഇറച്ചി വട തന്നെ. ഇനിയിപ്പോൾ ഇത് മൊത്തം പൊരിച്ച് കഴിഞ്ഞാൽ നമ്മളെ പരിപാടി കഴിഞ്ഞ്. അപ്പുറത്തുനിന്ന് റൈസ് കുറച്ച് വറ്റി വരുമ്പോൾ ഞാനവിടെ ക്ലോസ് ആക്കി വെച്ചേന്. അപ്പോൾ ഇത്രയെല്ലാം തന്നെ ഉള്ളൂ പരിപാടി. നമ്മളെ രാത്രിയിലത്തെ പരിപാടിയും സിമ്പിളായിട്ട് കഴിഞ്ഞ്. ഇനിയിപ്പോൾ ഞാൻ അവർ വരാൻ നോക്കുന്ന സമയത്ത് ഈ ചിക്കൻ ഒന്ന് എയർ ഫ്രൈ ചെയ്യാൻ വെച്ചതാണ്. എന്നിട്ട് അതിൻ്റെ മേലേക്ക് സെർവ് ചെയ്ത് വെക്കാമല്ലോ. അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ ഫുഡ് രാത്രിക്ക്. ഞാൻ ഒരു രസത്തിന് വേണ്ടി ചെറിയ ടൊമാറ്റോ വെച്ച് കൊടുത്തതാണ്, ഒന്ന് കളർഫുള്ളാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗും ഇവിടെ കഴിയല. ഞാൻ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല.
അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ആക്കണം. ഇൻഷാല്ലാ ഇനിയും പുതിയ പുതിയ റെസിപ്പീസും വ്ളോഗ്സ് എല്ലാം ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു, ബൈ.